നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ചെറുവണ്ണൂർ തെയ്യപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിക്ക് ദാരുണാന്ത്യം. ചെറുവണ്ണൂർ സ്വദേശിനി റിജിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സോനയുടെ ഭർത്താവ് റിജിൻ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വർഷ ഗിരീഷ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. വർഷ, ഈ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും നിർത്തിയിട്ടതുമായ കാറുകൾ അപകടത്തിൽപ്പെടുന്ന തീ പിടിക്കുന്നത് ഇപ്പോൾ പുതിയൊരു വാർത്തയല്ല. പക്ഷേ അപ്പോഴൊക്കെ യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന സന്തോഷകരമായ വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റാറുണ്ട്. ഇത്തവണ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു, മറ്റൊരാൾക്ക് പൊള്ളലേറ്റ് അദ്ദേഹം ചികിത്സയിലാണ്. എന്താണ് സംഭവിച്ചത്? ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഔദ്യോഗികമായി തന്നെ എത്തുന്നുണ്ടോ? പ്രവിത, ദിൽന, ഈ കാറ് കത്തിയ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ളത് തന്നെയാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അക്കാര്യം ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതിനായുള്ള കൂടുതൽ അന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നാടിനെ നടുക്കിയ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി 9:15 പേരാമ്പ്ര ചെറുവണ്ണൂരിലെ കക്കറമുക്കിൽ ഉണ്ടായത്. 7 മാസം ഗർഭിണിയായ യുവതിയാണ് മരിച്ചത്. 30 വയസ്സുള്ള സോന, അതായത് കക്കറമുക്ക് സ്വദേശി റിജിൻ ലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. റിജിനും ഭാര്യ സോനയും കൂടെ സോനയെ ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വീട്ടിലേക്ക് എത്താൻ അല്പദൂരം കൂടെ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് കാറിൽ നിന്നും തീയും പുകയും ഉയർന്നത്. ശേഷം നാട്ടുകാരാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് ഓടിയെത്തിയത്. ശേഷം തൊട്ടടുത്തുള്ള നെൽവയലിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അപ്പോഴേക്കും സോന മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റിജിൻ ലാലിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പേരാമ്പ്ര ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചുവെങ്കിലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് രണ്ടുപേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴേക്കും സോനയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഇനി എന്തായാലും സോനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ശേഷം സംസ്കാരങ്ങളെല്ലാം നടത്തും. എന്തായാലും റിജിൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അല്പം ഗുരുതരമായ പരിക്കാണ് റിജിനിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.